വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ വിഖ്യാത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനും മലയാളത്തിന്റെ ഇതിഹാസ നടനായ മമ്മൂക്കയും ഒരുമിക്കുന്ന ചിത്രമാണ് പദയാത്ര. മുൻപ് ഈ ടീം ഒരുമിച്ചപ്പോഴൊക്കെ മികച്ച ചിത്രങ്ങളാണ് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത്. വിധേയൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ മമ്മൂക്ക മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയിരുന്നു. മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളാണ് അടൂർ ചിത്രത്തിലൂടെ പുറത്തു വന്നത്. മതിലുകളും വിധേയനും തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. വീണ്ടും മമ്മൂക്കയും അടൂർ ഗോപാലകൃഷ്ണനും ഒരുമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. പദയാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ സ്വഭാവം എന്താണെന്നോ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ സ്വഭാവം എന്താണെന്നോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിലൂടെ മമ്മൂക്ക വീണ്ടും ദേശീയ അവാർഡ് നേടുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഒരു കൊമേഴ്സ്യൽ ചിത്രമായ അല്ല അടൂരിന്റെ പദയാത്ര വരുന്നത്. മമ്മൂക്കയിലെ നടനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്കയിലെ നടനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മികച്ച കഥാപാത്രം തന്നെ ആയിരിക്കും അടൂർ ചിത്രത്തിൽ എന്ന് തന്നെയാണ് സൂചനകൾ. മമ്മൂക്ക വീണ്ടും ദേശീയ അവാർഡൊക്കെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് സിനിമാ മേഖലയിൽ നിന്നുള്ള ചിലർ തന്നെ പറയുന്നു. ഏതായാലും അടൂരിന്റെ ഒരു ചിത്രത്തിൽ മമ്മൂക്കയെ പോലൊരു നടൻ വരുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ്. അടൂരിന്റെ ഒരു മികച്ച സിനിമ സംഭവിച്ചിട്ടും വർഷങ്ങളേറെയായി. അടൂർ വീണ്ടും മലയാളത്തിലെ ഒരു മുഖ്യധാര സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള കാത്തിരിപ്പുണ്ട്. അതിലേക്ക് മമ്മൂട്ടി എന്ന നടൻ കൂടെ വരുമ്പോൾ വലിയ പ്രതീക്ഷ വരികയാണ്. ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് എന്നുള്ളതും വലിയ പ്രതീക്ഷ തന്നെയാണ്. സിനിമയെക്കുറിച്ച് മുൻപ് കേട്ടൊരു റൂമർ സിനിമ തിയേറ്റർ റിലീസ് അല്ല എന്നും ഡയറക്റ്റ് OTT റിലീസ് ആണ് എന്നും ഒക്കെയാണ്. ഏതായാലും സിനിമയുടെ റിലീസിന് വേണ്ടി വലിയ കാത്തിരിപ്പ് തന്നെയാണ്. തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സിനിമ ആവില്ല എങ്കിൽ പോലും മമ്മൂക്ക എന്ന അതുല്യ നടനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ രീതിയിൽ തീർച്ചയായും പദയാത്ര എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളായ വിധേയനും മതിലുകളും ഒക്കെ സമ്മാനിച്ച ഈ കൂട്ടുകെട്ട് ഒരിക്കൽ കൂടെ മലയാള സിനിമയ്ക്ക് മറ്റൊരു ക്ലാസിക് ചിത്രം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.